മഹാരാഷ്ട്ര അല്ലേ, ഇന്നിപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 5-ന് മുംബൈ ആസാദ് മൈതാനിയിലാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ജിഷ്ണു, നമസ്തേ. അപ്പോൾ വലിയ സമ്പന്നമായ ഒരു സദസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ, രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം മികച്ച വിജയമാണ്, കരുത്തുറ്റ വിജയമാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന സഖ്യം നേടിയിട്ടുള്ളത്. 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള മറുപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗബലം പോലുമില്ലാതെ, ജനപിന്തുണ പോലുമില്ലാതെ അത്രയധികം ജനപിന്തുണ നേടിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് മഹായുദ്ധി മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരിക്കും ഇന്ന് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ വൈകിട്ട് 5 മണിക്ക് ആസാദ് മൈതാനിയിൽ നടക്കുക. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകും. ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതാണ് നിലവിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസവും ഉപമുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലുമുള്ള മറുപടി ഇല്ല എന്നോ ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. നിലവിൽ പാർട്ടിയിലെ മറ്റു നേതാക്കളെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നായിരുന്നു നേരത്തെ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈകാര്യം ചെയ്യും. ധനവകുപ്പ് NCP അജിത് പവാർ പക്ഷത്തിനായിരിക്കും. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് നൽകാനുമാണ് നിലവിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ മഹായുദ്ധിയിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുംബൈയിൽ ചേർന്ന BJPയുടെ കോർ കമ്മിറ്റി യോഗമായിരുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച നിരീക്ഷകരായിട്ടുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും പങ്കെടുത്ത BJPയുടെ കോർ കമ്മിറ്റി യോഗമായിരുന്നു മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തട്ടെ എന്നൊരു ധാരണയിലേക്ക് എത്തിയത്. തുടർന്ന് ചേർന്ന BJPയുടെ നിയമസഭാ കക്ഷിയോഗം, മുഴുവൻ MLA-മാരും പങ്കെടുത്ത 132 MLA-മാരും പങ്കെടുത്ത നിയമസഭാ കക്ഷിയോഗം BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുത്തു. പിന്നീട് ദേവേന്ദ്ര ഫട്നാവിസ് കക്ഷി നേതാക്കൾ അജിത് പവാറിനെയും ഏക്നാഥ് ഷിൻഡെയും സന്ദർശിക്കുകയും 3 നേതാക്കളും മറ്റ് മഹായുദ്ധിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടുകയുമായിരുന്നു. ഇന്ന് ഔദ്യോഗികമായി മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചത് 3-ാം ഊഴമാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക്. 2014 മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ BJPക്ക് അവസരം ലഭിക്കുന്നത്. ആ സമയത്ത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് തന്നെയായിരുന്നു നേതൃത്വത്തിന്റെ പട്ടികയിലെ ആദ്യമുള്ളത്, അല്ലെങ്കിൽ ആദ്യ പേരുകാരൻ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരുന്നു. കാരണം മഹാരാഷ്ട്രയിലും ദേശീയ രാഷ്ട്രീയത്തിലും BJPയെ സംബന്ധിച്ച് കരുത്തുറ്റ യുവമുഖം എന്ന് തന്നെ നമുക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ വിശേഷിപ്പിക്കാം. 14 മുതൽ 19 വരെ ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. പിന്നീട് 19 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. അവിടെ ജനങ്ങൾ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന് ഭരണ തുടർച്ചയ്ക്കുള്ള ജനപിന്തുണ വോട്ടിലൂടെ നൽകിയെങ്കിലും ശിവസേന, ഉദ്ധവ് താക്കറെ അന്ന് ശിവസേനയെ കോൺഗ്രസിനൊപ്പം ചേർത്തുകൊണ്ട് ജനവിധി അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് 2 ദിവസം മാത്രമാണ് രണ്ടാമത്തെ ടൈമിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ഇരുന്നത്. പിന്നീട് സർക്കാരിനെ ശിവസേന അട്ടിമറിക്കുകയും പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വലിയ അട്ടിമറിയും തുടർന്ന് നടന്ന നാടകീയ രംഗങ്ങളും മഹാരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കുന്നതാകും. അതിനുശേഷം നടന്ന 2024 ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ശിവസേന 2ആയി പിളർന്നതിന് ശേഷം, NCP 2ആയി പിളർന്നതിന് ശേഷം നടന്ന 2024 തെരഞ്ഞെടുപ്പ് BJP നേതൃത്വം നൽകുന്ന മഹായുദ്ധി, ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറിനും ഒപ്പം നിൽക്കുന്ന ശിവസേനയും NCPയും BJPയും ചേർന്നുകൊണ്ടുള്ള മഹായുദ്ധി 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകളുടെ മഹാഭൂരിപക്ഷത്തിലാണ് ഇത്തവണ അധികാരം നിലനിർത്തിക്കൊണ്ട് മുൻപ് നടന്നിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറികൾക്കെല്ലാം തന്നെ മറുപടി നൽകിയിട്ടുള്ള അത്തരത്തിൽ ചരിത്രപരമായ വിജയം നേടിക്കൊണ്ട് മഹായുദ്ധി അധികാര തുടർച്ച നേടുകയും കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളായിരുന്നു മഹായുദ്ധിയിൽ നടന്നത്.
നടന്നത്. ഇന്നലെയാണ് അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തട്ടെ എന്നുള്ളത് തീരുമാനിച്ചു. ഏക്നാഥ് ഷിൻഡെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കാനില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിനും നിരുപാധിക പിന്തുണ നൽകും എന്നുള്ളതും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മഹായുദ്ധി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരിക്കും മുംബൈയിൽ ആസാദ് മൈതാനിയിൽ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള JP നദ്ദ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, BJPയുടെയും സഖ്യകക്ഷികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ, വ്യവസായ പ്രമുഖർ, ബോളിവുഡ് താരങ്ങൾ തുടങ്ങി സമ്പന്നമായൊരു നിര തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഇന്ന് മുംബൈയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ.